ഓക്കെ. ഇപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഫോറക്സിൽ ട്രേഡ് എടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു. ഓക്കെ. ഞാൻ സിമ്പിളായിട്ടുള്ള ലോജിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഫോറക്സിൽ ട്രേഡ് എടുക്കാറ്. ഞാനിവിടെ എസ് എം സിയോ കാര്യങ്ങളോ അങ്ങനെ നോക്കാറില്ല. ഓക്കെ. ഇത് എൻ്റേതായൊരു രീതിയാണ് കേട്ടോ. ഇപ്പോൾ ഇത് കാണുമ്പോൾ പാലം പണി നടന്ന മാതിരിയൊക്കെ തോന്നും. നോക്കണ്ട. അത് നമ്മുടെ ഒരു ഒരു പുതിയ സെറ്റപ്പ് ഞാൻ കണ്ടുപിടിച്ച് വരുന്നുള്ളൂ. അതങ്ങോട്ട് ഇതായിട്ടില്ല, പ്രോപ്പറായി ആയിട്ടില്ല. ഓക്കെ. അപ്പോൾ അപ്പോൾ അതായത് ഞാൻ ചില സിമ്പിള് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ട്രേഡ് എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനും ശ്രദ്ധിക്കാറ്. ഓക്കെ. ഇപ്പോൾ ഇവിടുത്തെ ഒരു കേസ് പറഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞുതരാം. നോക്കിയപ്പോൾ ഇപ്പോൾ ഈ ഒരു ഹൈ ഉണ്ടാക്കി അതിനുശേഷം ഒരു ലോ ഉണ്ടാക്കി അല്ലേ, ഇവിടെ ലോ ഉണ്ടാക്കി ആ ലോനെ സ്വീപ്പ് ചെയ്തു. ഓക്കെ. സ്വീപ്പ് ചെയ്യുന്നതിനാൽ ലിക്വിഡിറ്റി പ്രകാരം തന്നെ കട്ട് ചെയ്ത് മാർക്കറ്റ് നേരെ അടിയിലേക്കാണ് വന്നത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ കട്ടിംഗ് ഒക്കെ അനുസരിച്ചിട്ട് കുറേ പേര് എസ് എം സിയിൽ ട്രേഡ് എടുക്കുന്നുണ്ട്. ഞാനിവിടെ ട്രേഡ് എടുക്കാനുള്ള ഒറ്റ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആണല്ലോ, 5 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഇവിടെ അതിനുള്ള കൺഫർമേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ. ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ലോജിക്ക് ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഒരു ക്യാൻഡിൽ കണ്ടില്ലേ, സോറി ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ. ഓക്കെ. ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി എൻട്രി എടുക്കാനുള്ള. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിൽ കണ്ടപ്പോഴും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു താഴേക്ക് മാർക്കറ്റ് വരുന്നുള്ളത്. അതായത് ഇതിൻ്റെ ലോ എടുക്കാനായിട്ട് മാർക്കറ്റ് വരുന്നുള്ളത്. ഓക്കെ. അതെന്താണ് ആ ലോജിക്ക് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇവിടുത്തെ കേസ് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് കറൻ്റ് ഇപ്പോൾ ടൈം 4:42 പുലർച്ചെയാണ് കേട്ടോ. ഞാൻ ഈ നേരം വരെയായിട്ട് ഉറങ്ങിയിട്ടില്ല. ഓക്കെ. ഞാൻ ഓൾറെഡി ഒരു ചെറിയ ചലഞ്ചിലാണ്. ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യും എന്തായാലും. ഓക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഞാനിപ്പോഴും പറയുകയാണ്, ഫോറക്സും ക്രിപ്റ്റോക്കും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഓക്കെ. അതെന്ന് എന്ന് വിചാരിച്ചിട്ട് ഇന്ത്യൻ മാർക്കറ്റ് കംപ്ലീറ്റ് പഠിച്ചു എന്നല്ല എന്നർത്ഥം. ഓക്കെ. ഒരാൾക്കും കംപ്ലീറ്റ് പഠിക്കാൻ പറ്റില്ല. എല്ലാ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ആ ഒരു സത്യം മനസ്സിലാക്കാം. ഞാൻ അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു സെനാരിയോ കണ്ടാൽ എനിക്ക് ഏകദേശം ഒരു ഊഹം കിട്ടും എവിടേക്ക് പോകുന്നുള്ളത്. പക്ഷേ ഇവിടെ എനിക്ക് പറയാൻ പറ്റണില്ല. കാരണം ഇവിടെ ഞാൻ അടുപ്പിച്ച് SL ഒക്കെ അടിക്കാറുണ്ട് എനിക്ക്. ഓക്കെ. പിന്നെ ഞാൻ അങ്ങനെ ഓടിച്ചാടി എൻട്രി എടുക്കുന്ന ആളുമല്ല. ഞാൻ പക്കയായിട്ട് ഒരു നേക്ക് വന്നാൽ അല്ലെങ്കിൽ എനിക്കൊരു ഐഡിയ വന്നാൽ മാത്രമേ എൻട്രി എടുക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നോക്കി സെറ്റ് ചെയ്ത് വയ്ക്കും. എത്ര പ്രാവശ്യം ഞാൻ ചെയ്യുന്ന സെറ്റപ്പ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ നോക്കാറുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഈ ഒരു സെനാരിയോനെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് കുറേ നേരം റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. റെസ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മുകളിലേക്ക് പോകാൻ നോക്കിയിട്ട് ബ്ലോക്കായി എല്ലാം ഈ ഒരു ഇപ്പോൾ ഈ വരച്ച ഈ ഒരു ഏരിയയുടെ അടിയിലാണ് ബോഡി ക്ലോസിങ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. എപ്പോഴാണോ ഇതിനെ ബ്രേക്ക് ചെയ്ത് ബോഡി ക്ലോസിങ് മുകളിലേക്ക് വരുന്നത് അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. ഓക്കെ. നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. പക്ഷേ എൻ്റെ ഒരു വ്യൂ എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് താഴേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. എവിടേക്കാണെന്നറിയോ? ഈ ഒരു ഏരിയയിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ. ഈ ഒരു ഏരിയയിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് താഴേക്ക്. ഓക്കെ. ഇപ്പോൾ ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ഈ വരണ ക്യാൻഡിൽ, ഇപ്പോൾ ഈ ക്യാൻഡിലുണ്ടല്ലോ, ഏത് ക്യാൻഡിൽ, ഇപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ഒരു ഫോർമേഷൻ ഏകദേശം ഇതേപോലെയാണെന്ന് വിചാരിക്കുക. ഇതേപോലെ. ഓക്കെ. ഇതേപോലെ ആണെങ്കിൽ നോക്കിക്കോ, നെക്സ്റ്റ് മാർക്കറ്റ് താഴേക്ക് വരാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ. നമുക്കിപ്പോൾ ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ എൻട്രി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്ലോസിങ് നോക്കിയിട്ടാണ് ഞാൻ എൻട്രി എടുക്കുക. ഓക്കെ. ഇതിൻ്റെ ക്ലോസിങ് ഏകദേശം ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു ഏരിയ അല്ലേ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പക്ഷെ ഒരു കണ്ടീഷൻ ഉള്ളത്, ഇതിൻ്റെ ഹൈകൾ എടുത്തിട്ടില്ല അപ്പോൾ അടുത്ത്. ഓക്കെ. എന്നാലും നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ചെറിയൊരു ടാർഗറ്റും ചെറിയൊരു SL വെച്ചിട്ട്. ഓക്കെ. ഒരു 5 പോയിന്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും. ഇപ്പോൾ ലൈവ് മാർക്കറ്റാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എൻട്രി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊക്കെ ചില ടൈമിലാണ് പറയണേ, ലോട്ട് സൈസ് ഭയങ്കരമായിട്ട് കൂടുതലെടുക്കും. അതായത് ചെറിയൊരു സ്പൈക്ക് ആണെങ്കിലും അതിൽ നല്ലൊരു പ്രീമിയം പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഞാനിപ്പോൾ ഈ ഇവിടുന്ന് എൻട്രി എടുക്കാൻ അല്ലെങ്കിൽ എടുത്തു എന്ന് പറയാനുള്ള, ഞാൻ ഇപ്പോൾ എൻട്രി എടുത്തിട്ടില്ല, നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഓക്കെ. എൻട്രി എടുക്കാം എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിൽ, ഇങ്ങനത്തെ ക്യാൻഡിലുകൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോ, എപ്പോഴെങ്കിലും ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല ബെയറിഷ് ആയിരിക്കും. ഓക്കെ.
അതായത് ഈ ഉണ്ടാക്കിയ ക്യാൻഡിലിൻ്റെ ലോ വന്ന് എടുത്തിരിക്കും മാർക്കറ്റ്. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇതിൻ്റെ ബോഡി ക്ലോസിംഗ് ഒക്കെ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ഇതാണ് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കണമെങ്കിൽ, ഈ ഒരു ബോഡി ക്ലോസ് ആണ് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ തന്നെയല്ലേ ഈ ഒരു ക്യാൻഡിൽ ഉണ്ടായത്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് എന്താ ചെയ്തത്, അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആ ലിക്വിഡിറ്റി വന്നിട്ട് നേരെ വന്ന് കളക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന, അതായത് മുകളിലേക്ക് പോണ പോലെ ഒരു സിഗ്നൽ കാണിച്ചിട്ട് മറ്റുള്ളവരെ ട്രാപ്പ് ആക്കുന്നതാണ് ഈ ഒരു സിസ്റ്റം. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ട്രേഡ് എടുക്കുന്നത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് മെത്തേഡ് നോക്കാം കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ ഈ ഏരിയയിലൊക്കെ കണ്ടെടുക്കാനുള്ള സെനാരിയോ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ലിക്വിഡിറ്റി ഗ്രാബിങ്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ ലിക്വിഡിറ്റി ഉണ്ടാവും. ഓക്കെ, അത് വന്ന് ഈ ഒരു ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തു, ഇങ്ങനെ ഒരു ഡൗൺ ട്രെൻഡിലേക്കുള്ള ഒരു ഹാമർ ക്യാൻഡിൽ കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സെറ്റപ്പിൽ എൻട്രി എടുക്കാനുള്ള കാരണം ഒന്നുമില്ല, സിമ്പിളാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ക്യാൻഡിൽ കാണിച്ചു. ഓക്കെ, ഇങ്ങനെ ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ വരുന്നില്ല, ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഞാൻ ലിക്വിഡിറ്റി നോക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ക്യാൻഡിൽ മാത്രമാണ് നോക്കുക, പക്ഷെ ആ നോക്കുന്ന ക്യാൻഡിൽ ഒരു കൺഫർമേഷൻ ആയിട്ട് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതൊന്നും കൂടി നോക്കുന്നുണ്ടാവും. ഓക്കെ, പക്ഷേ ഞാൻ ഇപ്പോൾ പെട്ടെന്നൊരു നോട്ടം നോക്കിയാൽ എനിക്കറിയാം ലിക്വിഡിറ്റി എടുത്തുണ്ടോ ഇല്ല എന്നുള്ളത്. അത് ഇന്ത്യൻ മാർക്കറ്റ് കണ്ട് ഒരു ശീലമായി, ലിക്വിഡിറ്റി എടുക്കുന്ന ഒരു ഐഡിയ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത് നിങ്ങളോട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ലിക്വിഡിറ്റി വന്ന് സ്വീപ്പ് ചെയ്തു. ഓക്കെ, അതിനു മുമ്പ് നല്ലൊരു ബുള്ളിഷ് ആയിരുന്ന ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റിയും കൂടി സ്വീപ്പ് ചെയ്തിട്ടാണ് അതിൻ്റെ ബോഡിയുടെ ഉള്ളിൽ ക്ലോസ് ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് അത്യാവശ്യം മൂവ്മെൻറ്റിൽ ഇങ്ങോട്ട് വന്നു. ഇപ്പം തന്നെ നമ്മൾ കണ്ട പോലത്തെ ഒരു ക്യാൻഡിലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അല്ലേ. ശേഷം എന്താ ഉണ്ടായത്, നേരെ വന്നിട്ട് ഇവിടെ ഇതിൻ്റെ അടിയിൽ എന്തുണ്ട് മക്കളെ, ട്രിപ്പിൾ ബോട്ടം ലിക്വിഡിറ്റിൻ്റെ ഇവിടെ 3 എണ്ണം നേരെയല്ല വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഹൈ ലിക്വിഡിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് ഈ ഒറ്റ ക്യാൻഡിൽ ഇങ്ങനെ പോകാൻ കാരണം. ഓക്കെ, അപ്പോൾ ഈ ഹൈ ലിക്വിഡിറ്റി എടുക്കാനായിട്ട് മാർക്കറ്റ് എന്തായാലും വരും. ഇപ്പോൾ ഇവിടെ നല്ലൊരു ഫാളല്ലേ വന്നിട്ടുള്ളത്. ഓക്കെ, ഫുൾ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു തിരിച്ച് മാർക്കറ്റ് പോയി. ഓക്കെ, ഇനി നമുക്ക് വേറൊരു സെനാരിയോ നോക്കാം കേട്ടോ. ബോറടിക്കണ്ട, ഇതിങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഈ ഒരു ഏരിയ നോക്കി മക്കളെ. ഓക്കെ, ഈ എൻട്രി ഞാൻ എടുത്തിട്ട് $10 പ്രോഫിറ്റ് ആയപ്പോൾ ഞാൻ ഇറങ്ങി ഈ ഒരു ഏരിയ. വേറെ ഒന്നുമില്ല കേട്ടോ, കാരണം എനിക്ക് മനസ്സിലായി ഇവിടെ ഈ ഒരു ഏരിയത്തെ റിജക്ഷൻ ചെയ്യും എന്നുള്ളൊരു ഐഡിയ വന്നു. എന്താ റീസൺ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഈ റെഡ് ക്യാൻഡിൽ വന്നിട്ട് ഇവിടെ വന്ന് ടാപ്പ് ചെയ്ത് നിൽക്കാം. ഓക്കെ, അതിന് ഈ രണ്ട് ഏരിയയും ഇവിടെ ഒക്കെ വന്ന് പതുക്കെ വന്ന് എടുത്ത് പോയതാ. എന്നിട്ടാണ് താഴേന്ന് വന്നിട്ട് പിന്നെ ഇത് കയറി വരുന്നത്. അപ്പോൾ ഇനി അവർ വന്നിട്ട് ടാപ്പ് ചെയ്ത് ഇറങ്ങാൻ സാധ്യതയുള്ളത് ഈ ഏരിയയിലായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഏരിയയിൽ. ഓക്കെ, അപ്പോൾ ഈ റെഡ് ക്യാൻഡിൽ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഏരിയയിൽ ഒന്ന് ടാപ്പ് ചെയ്തപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഞാൻ എക്സിറ്റ് അടിച്ചു. നെക്സ്റ്റ് എന്താണ്, വീണ്ടും ഒരു ക്യാൻഡിൽ അടിയിലേക്ക് വന്നിട്ട് ഇവിടെ താഴെ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോണ പോലെ കാണിച്ചു. ആൾക്കാരോട് ഓടിക്കയറി എൻട്രി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്തായി, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയയായി. നെക്സ്റ്റ് ക്യാൻഡിൽ താഴേക്ക് വന്നു, ഞാൻ പറഞ്ഞ പോലത്തെ ഒരു ക്യാൻഡിലായിട്ടാണ് മാറിയത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ബോഡി ക്ലോസിങ് വരുന്നത്. ഓക്കെ, അതിനുശേഷം വേറെ ഒരു ഗ്രീൻ ഇപ്പോൾ ഈ ക്യാൻഡിലിന് ഗ്രീൻ ആയാലും റെഡ് ആയാലും വലിയ കുഴപ്പമില്ല. ഏറ്റവും നല്ലത് റെഡ് ആവണതാണ് കേട്ടോ റെസിസ്റ്റൻസിൽ. ഓക്കെ, ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണിച്ചു. നെക്സ്റ്റ് എന്താണ് നടന്നത് നോക്കി നോക്കാം. ഇതിൻ്റെ അടിയിലൊക്കെ എന്തുണ്ട്, ഇതിൻ്റെ അടിയിൽ ഇത് മാറിയിട്ട് ഒരൊറ്റ മിനിറ്റ്. ഇതിൻ്റെ അടിയിൽ എന്തുണ്ട്, ഹൈ ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, ഹൈ ലിക്വിഡിറ്റി ഉണ്ട്. ഈ ഹൈ ലിക്വിഡിറ്റി എന്താണെന്ന് പലർക്കും അറിയാത്തുണ്ടാവും കേട്ടോ. ഞാൻ ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഹൈ ലിക്വിഡിറ്റി ഉണ്ട്, അതൊരൊറ്റ സിംഗിൾ ക്യാൻഡിൽ വന്നിട്ടാണ് ടാപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാമല്ലോ. ഓക്കെ, സിംഗിൾ ക്യാൻഡിൽ വന്നിട്ടാണ് ടാപ്പ് ചെയ്തിട്ട് ടാർഗറ്റ് അടിച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഇത്രയേ ഉള്ളൂ. വേറെ അതായത് ഞാൻ എൻട്രി എടുക്കുന്ന രീതി ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എൻട്രി എടുക്കും. അത് റെസിസ്റ്റൻസിലാവണമെന്ന് മാത്രം. അതുപോലെ തന്നെ റെസിസ്റ്റൻസിൻ്റെ ഉള്ളിലായിരിക്കണം ബോഡി ക്ലോസ് വരേണ്ടത്. ഓക്കെ, നമുക്ക് ഇനി വേറെ സ്ഥലത്ത് നോക്കാം. എവിടെ നോക്കിക്കോ, നിങ്ങൾ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ 90%. പിന്നെ ഇതിവിടെ എന്താ നടന്നതെന്ന് വെച്ചാൽ വരുന്നില്ല, ഇവിടെ ഇതിൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ട് മൂപ്പരാൾ നേരെ താഴേക്ക് വന്നു. എന്നിട്ട് നേരെ താഴെ വന്നിട്ട് ഇതിൻ്റെ അടിയത്തെ ലിക്വിഡിറ്റി എടുത്ത് ഇതിൻ്റെ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടാണ് മൂപ്പരാൾ നേരെ വന്ന് ക്ലോസ് ആയിട്ടുള്ളത്. ഓക്കെ, ഇതൊന്ന് സൂം ചെയ്താൽ അറിയാം, ഒരു ക്ലോസിങ് കിട്ടിയുള്ളത് അതിൻ്റെ ബോഡിയുടെ തൊട്ട് മുകളിലാണ്. ഓക്കെ, അപ്പം അത്രയും പ്രഷറിൽ വന്ന് ക്ലോസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ബോഡിയുടെ തൊട്ട് മുകളിൽ, സോറി ഇവിടെയാണ് വെക്കേണ്ടത് കേട്ടോ. ഓക്കെ,
ബോഡിയുടെ തൊട്ട് മുകളിലാണ് ക്ലോസ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അത് ആ പ്രഷറിൽ അങ്ങോട്ട് പോയിട്ടുള്ളത്. ഇത് വെറുതെ ഉണ്ടാക്കി പറയുന്നൊന്നും തോന്നരുത്. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ക്യാൻഡിൽ വന്നല്ലോ, താഴേക്ക് വരാൻ സാധ്യത ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ടെൻഷൻ ഒന്നും എടുക്കരുത്. കാരണം എന്താ, ഇത് പിന്നെ സെൻറ്ററിലാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഹൈ ഇതാണ്, ഇതിൻ്റെ ലോഗ് എടുക്കുന്നത് ഏറ്റവും അടിയിലാണ്. ഇതിൻ്റെ സെൻറ്ററിൽ വന്നാൽ ഈ സാധനം വാലിഡ് അല്ല. ഓക്കെ, നമ്മൾ അങ്ങനെ എൻ്റർ എടുക്കാൻ പാടില്ല. എപ്പോഴും ഒരു റെസിസ്റ്റൻസിൽ വരണത്, അതെപ്പോഴും ചിന്തിച്ചോളൂ. അപ്പോൾ നിങ്ങൾ റെസിസ്റ്റൻസിൽ വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ വീണ്ടും മറ്റേ ഇത് ക്യാൻഡിൽ പോലെ തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. നോക്കി നോക്കാം, ലോജിക്ക് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു ക്യാൻഡിൽ വന്നു, അതിൻ്റെ മുകളിൽ ഇതിൻ്റെ ഹൈ വന്ന് കട്ട് ചെയ്ത് മാർക്കറ്റ് മീൻസ് ഈ ഒരു ക്യാൻഡിൽ നേരെ താഴേക്ക് വന്ന് ക്ലോസ് ആയി അല്ലേ. നെക്സ്റ്റ് എന്താണ്, ഈ ഒരു ഏരിയയിൽ വന്നു ഇത് സപ്പോർട്ട് എടുത്തു നേരെ വന്ന് ക്ലോസ് ആയി. ഇതിൻ്റെ ബോഡിയുടെ മുകളിലാണ് ഇത് ക്ലോസിങ് കിട്ടിയിട്ടുള്ളത്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അത് നിങ്ങൾ സൂം ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ തൽക്കാലം കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ ബോഡിയുടെ മുകളിലല്ലേ ക്ലോസിങ് കിട്ടിയിട്ടുള്ളത്. നോക്കി നോക്കണേ, ഈ ഒരു സെറ്റപ്പ് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കുറേ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, കണ്ടോ, അതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഓക്കെ, മുകളിലേക്ക് പോയിട്ട് എന്താണ്, അതിൻ്റെ ടോട്ടൽ ഹൈ എടുക്കാനാണ് പോയത്, പക്ഷേ ടോട്ടൽ ഹൈ എടുത്തില്ല. ഓക്കെ, ഇവിടെ പെൻഡിങ് നിർത്തിയിട്ട്, അതായത് ഡബിൾ ടോപ്പാണ് നിർത്തിയിട്ട് നേരെ താഴേക്ക് വന്നു. എന്താണ്, ഈ ഒരു ക്യാൻഡിൽ ഇതിനെ ഡൊമിനേറ്റ് ചെയ്തു, ഒരു എൻഗൾഫിങ് ക്യാൻഡിൽ ആയിട്ട് വന്നു അല്ലേ. ഇതിനെ എൻഗൾഫ് ചെയ്തു, അതായത് ഇതിൻ്റെ ബോഡിനേക്കാളും വലിയ ബോഡി ഇത് വന്നു. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഒരു ക്യാൻഡിൽ ഉണ്ടായി, അതിൻ്റെ ഹൈയും കട്ട് ചെയ്തിട്ടാണ് നേരെ അടിയിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ പറയണമെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. അതായത് ഈ ഒരു ക്യാൻഡിൽ ഉണ്ടോ, നമുക്ക് ആ ഒരു ക്യാൻഡിൽ അവിടെ സിഗ്നൽ കാണിച്ചു തന്നു. അതുപോലെ തന്നെ ഈ ഒരു ഹൈ ബെയറിഷ് കാണിക്കുന്ന ഒരു ക്യാൻഡിലാണിത്, ഡൗൺ ട്രെൻഡിലേക്ക് പോണ ഒരു ഹാമർ ക്യാൻഡിലാണ് അത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അവിടെ പറയാൻ കാരണം. പക്ഷെ ഞാൻ എൻട്രി ഒന്നും എടുത്തിട്ടില്ല അവിടെ കേട്ടോ. നിങ്ങൾ ഇതേ സെനാരിയോ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ബോഡിക്ക് മാത്രം വ്യത്യാസമുള്ളൂ. ഓക്കെ, ഇവിടെ ഒരു ക്യാൻഡിൽ വന്നു, ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വന്നു, പിന്നെ അത് ഹൈ അതിൻ്റെ മുകളിലേക്ക് ക്ലോസിങ് വന്നു. ഒരു ക്യാൻഡിൽ വന്നു, ഒരു റെഡ് ക്യാൻഡിൽ വന്നു, അതിൻ്റെ മുകളിൽ ക്ലോസിങ് വന്നു, മാർക്കറ്റ് മുകളിലേക്ക് പോയി. നെക്സ്റ്റ് ഒരു ബെയറിഷ് ക്യാൻഡിൽ താഴേക്ക് വന്നു, നെക്സ്റ്റ് ഒരു ബെയറിഷ് ക്യാൻഡിൽ താഴേക്ക് വന്നു, അതിനുശേഷം മാർക്കറ്റ് നേരെ താഴേക്ക് വന്നു. പക്ഷേ ഇവിടെ ഉണ്ടായത് അതിൻ്റെ ഇടയിൽ ഒരു ക്യാൻഡിൽ ഉണ്ടായാലും നേരെ അതേപോലത്തെ സ്ട്രോങ് ക്യാൻഡിലായിട്ട് താഴേക്ക് വന്നു. ഇവിടെ സ്ട്രോങ് ക്യാൻഡിലായിട്ട് താഴേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ്ടൊക്കെ സെയിം തന്നെയാണ്. ഓരോ പൊസിഷൻസ് മാറുമ്പോൾ അതിനനുസരിച്ച് ചെറിയ ഡിഫറൻസ് വരുന്നു മാത്രം. പിന്നെ ശരിക്കും ഏറ്റവും നല്ല വരവ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ഇതിൻ്റെ ഹൈ കട്ട് ചെയ്തിട്ട് വരാണെങ്കിലാണ് ആ സ്പോട്ടിൽ സ്പീഡിൽ വരുള്ളൂ. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഡബിൾ ടോപ്പ് ഉണ്ടെങ്കിൽ അത് വന്ന് എടുക്കും, അതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് വേറെ നോക്കാം കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ എൻട്രി എടുക്കാൻ പറ്റും നമുക്ക്, പക്ഷെ ചെറിയ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. ചെറിയ സ്കാൽപ്പിങ് ഇതൊക്കെ ചെറിയ എൻട്രി എടുക്കാൻ പറ്റില്ല. ഈ ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഇംബാലൻസ് കളക്ട് ചെയ്യുന്നവരെ തന്നെ വെക്കാൻ പറ്റുള്ളൂ. അതായത് ഇതിൻ്റെ ഹൈ വരെ വെക്കാൻ പറ്റുള്ളൂ, ഒരു വര വരച്ചിട്ട് ഇങ്ങനെ. ഓക്കെ, പക്ഷേ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ശരിക്കും സെൻറ്ററിലാണ്. ഇവിടെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇങ്ങനെയൊന്നും വരുമ്പോൾ നിങ്ങൾ എടുക്കണ്ട. ഓക്കെ, എത്ര ഐഡിയ ഉണ്ട്, എത്ര കയ്യിൽ കാശുണ്ടെന്ന് പറഞ്ഞാൽ എടുക്കണ്ട, മോശമാണത്. മോശം എന്ന് പറഞ്ഞാൽ വേറെ നല്ല, നിങ്ങൾക്ക് നഷ്ടം വരുള്ളൂ, അതുകൊണ്ട് പറയണേ. ഇപ്പോൾ ഇത് നോക്കി മക്കളെ, ഇതിൻ്റെ സെയിം ഹൈയിലല്ലേ നോക്കിയേ. എപ്പോഴും ഒരു റെസിസ്റ്റൻസ് എങ്ങനെ ഉണ്ടാവുക, എപ്പോഴും ഒരു സപ്പോർട്ട് എങ്ങനെ ഉണ്ടാവുക, 2 തവണയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് റിജക്ഷൻ കാണിക്കുന്നതാണ്. അത് ഡൗൺ സൈഡിലായാലും അപ്പ് സൈഡിലായാലും സെയിം ഏരിയയിൽ നിന്ന് 2 പ്രാവശ്യം റിജക്ഷൻ കാണിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് റിജക്ഷൻ കാണിച്ചു അല്ലേ, അതുപോലെ തന്നെ വീണ്ടും ഇവിടെ വന്നപ്പോൾ വീണ്ടും റിജക്ഷൻ കാണിച്ചു. അപ്പോൾ ഇതെന്തായി, ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയി മാറിയിട്ടുണ്ട്. ഓക്കെ, ശേഷം അവിടെ ഉണ്ടായ ക്യാൻഡിൽ നോക്കി നോക്കണേ, ഞാൻ പറഞ്ഞ പോലത്തെ ക്യാൻഡിൽ അല്ലേ. ശേഷം എന്താണ്, ഹൈ സ്പീഡിൽ മാർക്കറ്റ് വന്നിട്ട് ഇതിൻ്റെ അടിയിലുള്ള ഡബിൾ ബോട്ടം വന്ന് എടുത്തു കളക്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് റിവേഴ്സ് പോയി. ഐഡിയ കിട്ടണമെന്ന് ചോദിക്കുന്നു കേട്ടോ. ഇത് ഇന്നലെ കിട്ടിയ ഇതൊന്നല്ല. ഓക്കെ, കുറേ കാലത്തെ എക്സ്പീരിയൻസുമ്മൽ പഠിച്ച് കിട്ടുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പുച്ഛിക്കായിരിക്കും, വിഷയമല്ല. ഓക്കെ, ഇപ്പോൾ ഒരു ക്യാൻഡിൽ വന്നു, ഇവിടെ ഇങ്ങനെ നമ്മുടെ ക്യാൻഡിൽ വന്നു. ഓക്കെ, ശേഷം എന്താണ്, അവിടെ നേരെ മാർക്കറ്റ്. എപ്പോഴും ഇങ്ങനത്തെ ക്യാൻഡിൽ വരുമ്പോഴേ നിങ്ങളൊരു കാര്യം കൂടി ചെയ്യാനുള്ളത്, ഇതിൻ്റെ ലോ എടുക്കുന്ന വരെയായിരിക്കും നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് എവിടെയാണ് ലിക്വിഡിറ്റി ഉള്ളത് അത് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ താഴെ ലിക്വിഡിറ്റി ഉണ്ട്,
അതൊന്ന് സ്വീപ്പ് ചെയ്ത് മാർക്കറ്റിൽ പോയി. ആ ലിക്വിഡിറ്റി എടുത്ത വഴിക്ക് എക്സിറ്റ് അടിക്കുക. ഇത് 15 മിനിറ്റിലാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് എൻട്രി എടുത്താൽ ഒരു 5 മിനിറ്റിൽ ഇടാം. എന്നിട്ട് വേണം ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുക. ഇതിൻ്റെ ഹൈയിൽ വേണം SL വയ്ക്കാനായിട്ട്. ഓക്കെ, ഇപ്പോൾ ഡൗട്ട് കുറേ പേർക്ക് ഉണ്ടാവും അപ്പ് ട്രെൻഡിലേക്ക് ഉള്ള എൻട്രി എങ്ങനെ എടുക്കുക എന്നുള്ളത്. ആദ്യം ഒരെണ്ണം പഠിക്കുക, ഇത് ബാക്കിയുള്ള പഠിക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചിലർക്ക് സംശയം ഉണ്ടാവും, ഇതൊരു റെസിസ്റ്റൻസ് അല്ലേ എന്ന് സംശയം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ശരിക്കും നോക്കി നോക്ക്, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരേണ്ടത്? ഓക്കെ, ഇതാണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് വരുന്ന റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ വരുന്ന ക്യാൻഡിലൊക്കെ എന്തായി മക്കളെ? ഇതൊക്കെ എന്താണ്? ഇൻസൈഡ് ലെവലാട്ടാ. അപ്പോൾ അതുകൊണ്ടാണ് വാലിഡ് അല്ല എന്ന് പറയാൻ കാരണം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, സോറി മുമ്പ് അത് കേട്ട് വെച്ച് മുമ്പ് ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇതുപോലത്തെ ക്യാൻഡിലൊക്കെ ഒരു റെസിസ്റ്റൻസിൽ വന്നാൽ താഴേക്ക് വരുന്നതൊക്കെ ഉണ്ടായി. ഇതുപോലെ ഒരു ക്യാൻഡിൽ വന്നു, ഡൗൺ ട്രെൻഡിലേക്കുള്ള ഒരു ഹാമർ ക്യാൻഡിൽ വന്നു, മാർക്കറ്റ് നേരെ താഴേക്കല്ല വന്നത്. ഓക്കെ, ആ ഡൗൺ ട്രെൻഡ് വരുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ മതി, ഓടിച്ചാടി എൻട്രി എടുക്കണ്ട. ഡൗൺ ട്രെൻഡ് വന്നിട്ട് ആ ട്രെൻഡ് വന്ന റെഡ് ആയാലും ഗ്രീൻ ആയാലും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ക്യാൻഡിൽ ഒരു എൻഗൾഫിങ് ആയിട്ട് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിലും മാത്രം എൻട്രി താഴേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു ട്രെൻഡും കൂടി നോക്കുക, ട്രെൻഡൊക്കെ ഫോം ആവണ്ടോ നോക്കുക. അതൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയ ആണ്. ഓക്കെ, എല്ലാം ഒറ്റയടിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഒരു ട്രെൻഡ് ഫോം ആയിട്ടുണ്ട്. ഓക്കെ, അത് ഈ ട്രെൻഡ് എന്തുകൊണ്ട് വാലിഡ് ആവണേ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ, അതേ ട്രെൻഡിൽ വന്ന് റെസ്പെക്ട് ചെയ്തിട്ടാണ് ഇവിടെ ഫെയിലായിട്ടാണ് വീണ്ടും താഴേക്ക് കണ്ടുള്ളത്. ഓക്കെ, അപ്പം മാക്സിമം നമുക്ക് ഈ റേഞ്ച് വരെ, ഈ ലിക്വിഡിറ്റി വരെയൊക്കെ വെക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഡബിൾ ബോട്ടം ഒന്നുമില്ല. ഓക്കെ, ഡബിൾ ബോട്ടം ഉണ്ടെങ്കിൽ ഇവിടം വരെ വെക്കാം, ഡബിൾ ബോട്ടം ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു റേഞ്ച് വരെയൊക്കെ ടാർഗറ്റ് വെക്കാൻ പറ്റുള്ളൂ നമുക്ക്. ഓക്കെ, ഇത് എടുക്കുന്നതേ പ്രാക്ടീസ് ചെയ്ത് അതായത് നിങ്ങൾ ഒന്നാമത് ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്ത് പഠിക്കല്ലേ, ഞാൻ അങ്ങനെ പറയുള്ളൂ. പൈസ ഇത്തിരി പൊക്കോട്ടെ, ഡെമോ അക്കൗണ്ടിൽ ചെയ്ത് പഠിക്കണ്ട. എന്താണെന്നറിയോ, നിങ്ങൾക്ക് ലോസ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തോരം പറഞ്ഞാലും. ഇമോഷൻ കണക്റ്റ് ആയാലും മാത്രമാണ്. ഓക്കെ, അതായത് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞാലാണ് ട്രേഡിങ്ങിൽ സക്സസ് ആവുള്ളൂ. ഇല്ലെങ്കിൽ ഈ നെഞ്ഞത്ത് തീ കട്ട വെച്ച പോലെ അവിടെ ഇരിക്കും, പേടിച്ച് അയ്യോ അത് പോവാം പൊക്കോട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. ഓക്കെ, ഇതൊക്കെ കൂടി കെട്ടിപ്പിടിച്ച് അവിടേക്ക് കൊണ്ടുപോകാൻ ഒരിക്കലും കൊണ്ടുപോകില്ല. പഠിക്കാൻ ടൈം കൊടുക്കുക, പഠിക്കുമ്പോൾ കുറച്ച് കാശൊക്കെ കൊടുക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് നാളെ അതിൻ്റെ ഇരട്ടി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയണേ, എല്ലാവർക്കും ഓടി വന്നാൽ പൈസ ഉണ്ടാക്കണം. ഭയങ്കര പേടിയാണ് എല്ലാവർക്കും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇപ്പോൾ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നു. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് താഴേക്ക് വന്നു. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഇത് വന്നിട്ട് ഇതിന് തൊട്ട് താഴെ നിന്ന് എൻ്റെ അടുത്തിട്ട് ഈ ചെറിയ സെല്ല് വെക്കരുത്. ഓക്കെ, ഭയങ്കര ചെറിയ സെല്ല് വെക്കരുത്. ഈ ഇതുപോലൊക്കെ ഒരു സ്ട്രോങ് ക്യാൻഡിലായിട്ട് ഇങ്ങനെ വിക്ക് തന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് വന്ന് ക്ലോസ് ആകുമ്പോഴൊക്കെയാണ് മുകളിലേക്ക് വെക്കേണ്ടത്. ഓക്കെ, ഒരു ഹൈ ഒക്കെ കട്ട് ചെയ്തതാണെങ്കിലൊക്കെ അടിപൊളിയായിരിക്കും. ഇത് ചെറിയതാകുമ്പോൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ എൻ്റെ അടുത്ത് അവിടെ എന്തോ സെല്ല് വരും, കുഞ്ഞ സെല്ല്, ഒരു പോയിന്റ് ഒരു ഡോളർ തികച്ച് വരില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഹൈയിലൊക്കെ കൊണ്ടുവയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇത് റെസിസ്റ്റൻസ് ഇതല്ലല്ലോ, അതല്ല വരാ മറ്റേതല്ല വരാന്നൊക്കെ ചോദിച്ചിട്ട് ഇതാക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പക്ക റെസിസ്റ്റൻസ് വന്നിട്ട് എടുത്താലും മതി. ഓക്കെ, ഇപ്പം ഞാൻ റെസിസ്റ്റൻസ് വരയ്ക്കാന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വരയ്ക്കുക. ഓക്കെ, കാരണം എന്താണ്, ഈ ഒരു അതായത് ഇവിടെ ഈ ഒരു ഏരിയനെ ഈ ഒരു ക്യാൻഡിൽ വന്ന് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ അടിയിലേക്ക് നല്ല പ്രഷർ വന്നു. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒക്കെ ഒരു ടാപ്പ് ചെയ്ത് മുകളിലേക്ക് പോകാൻ നോക്കി, ഇവിടെ ഒന്നും നടന്നില്ല. ഓക്കെ, ശേഷം എന്താണ് വീണ്ടും നോക്കി എന്നിട്ട് പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലത്തെ നമ്മുടെ മറ്റേ ക്യാൻഡിൽ ഉണ്ടായി അല്ലേ. ഓക്കെ, അടിക്കുള്ള ഒരു ഹാമർ ക്യാൻഡിൽ ഉണ്ടായി. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ ആശാൻ വന്ന് ഇവിടെ ഫോമായി. അതിന് ശേഷം ഒരു ഇൻഡിസിഷൻ വന്ന് ഇതിൻ്റെ മുകളിൽ SL വയ്ക്കുക. ഇവിടെ നിന്ന് എൻട്രി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എൻട്രി എടുക്കണം. ഓക്കെ, എൻട്രി എടുക്കുക, വെയിറ്റ് ചെയ്യുക, ബൂം. ഓക്കെ, നമുക്ക് എവിടം വരെ ടാർഗറ്റ് വയ്ക്കാൻ പറ്റും മക്കളെ? ഇവിടെ ടാർഗറ്റ് വയ്ക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് ഇവിടം വരെ വയ്ക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ, ഡബിൾ ബോട്ടല്ല, ഇപ്പോൾ ഇവിടം വരെ വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് ചിന്തിക്കണം എപ്പോഴും, അല്ലാണ്ട് ഇവിടെ കൊണ്ടുവയ്ക്കരുത് എപ്പോഴും. അത് തിരിച്ചു പോയി കഴിഞ്ഞാൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ചെറിയ പ്രോഫിറ്റ് എടുത്ത് പഠിച്ചാൽ. ഓക്കെ, പൈസ അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ലിവറേജ് കൂടുതലെടുത്തോ. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇവിടേക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു എൻട്രി എടുക്കാമെന്ന് വയ്ക്കുക. നമ്മളിപ്പോൾ എൻട്രി ഇത് പ്രകാരം സെറ്റപ്പ് പ്രകാരം ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു നിങ്ങൾ.
ഓക്കെ, 2 പോയിന്റ് വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരു $10 കളയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ് $10 കളയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 × 8 എത്രയാണ് മക്കളെ? $10 എന്ന് പറഞ്ഞാൽ 5, അതായത് 5 എന്ന് പറയുമ്പോൾ 10 ഒരു 8 8 2 8 16 34 32 5 8 $40 നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, $10 കളഞ്ഞാൽ $40 നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. 1:4 അവിടെ നടക്കുന്നത്. ഓക്കെ, $10 കളഞ്ഞിട്ട് $40 കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ? ഓക്കെ, ഇതുപോലെ ഒരു ദിവസം എത്ര എൻട്രി കിട്ടുമെന്ന് അറിയോ ഈ ഒരു ഇതിൽ? ഞാൻ ഈ പറഞ്ഞ സെറ്റപ്പ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ലൈഫ് മാറാനുള്ളത് കിട്ടും. ഞാൻ പറഞ്ഞ ആവേശം വല്ലാണ്ട് വേണ്ട, ആവശ്യത്തിന് മതി. ഓക്കെ, ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഇവിടെ പിന്നെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ പറയണത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. നിങ്ങളൊന്നും കൂടി ഇത് വേറെ ചാർട്ടാണല്ലോ. ഓക്കെ, ഒരു ക്യാൻഡിലുണ്ടായി അല്ലേ, അതിന് ശേഷം ഒരു റെഡ് ക്യാൻഡിലുണ്ടായി. അതിന് ഹൈന് എടുത്തിട്ടല്ല മക്കളെ മുകളിലേക്ക് പോയിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ മുകളിലാണ് ക്ലോസിങ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതിന് ശേഷം ഇത് മുകളിലേക്ക് പോയതിന് ശേഷം ഇതിൻ്റെ ലിക്വിഡിറ്റി ഒക്കെ എടുത്ത് മുകളിലേക്ക് പോയതിന് ശേഷമാണ് ഇവിടെ വന്ന് ക്ലോസ് ആയിട്ടുള്ളത്. ഓക്കെ, ഇത് ക്ലോസ് ആയില്ലെങ്കിലും ഇത് ഇങ്ങനെ ഒരു സെനാരിയോ വന്നിട്ട് അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായി, അതിൻ്റെ അപ്പുറത്ത് ഒരു റെഡ് ക്യാൻഡിൽ വന്ന് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങളെ ഇപ്പോൾ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാവും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു നാക്കാണ്. ഓക്കെ, അതായത് പിന്നെ ജോയിച്ച് വന്നു, ബിയോസ് വന്നു, കട്ട് ചെയ്തു, അതിൽ ഇംബാലൻസ് ഉണ്ട്, അവിടെ നിന്ന് എടുത്തോ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ സെറ്റപ്പ് അറിയാണ്ടല്ല, ഞാനത് പറയാത്ത വരുന്നല്ല. അത് കുറേ വീഡിയോസ് അങ്ങനെയുണ്ട്. നമ്മളത് മാത്രം പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും നിങ്ങളെ പറഞ്ഞ് പറ്റിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞ് പറ്റിക്കാന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് വേറെ സ്ഥലത്ത് നോക്കാം. ഇവിടെ ഒന്നും നമുക്ക് എൻട്രി കിട്ടില്ല. ഓക്കെ, ഇതൊന്നും നമുക്ക് എൻട്രി കിട്ടില്ല ഈ ഏരിയ ഒക്കെ. എന്തുകൊണ്ടാ? ഇത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അതിങ്ങനെ ഒരു ഫ്ലോപ്പായിട്ട് വന്നത്. അതായത് ഇവിടെ ഒരു ഇൻഡിസിഷൻ ഒരു ഏരിയ ആണ് ഇതൊക്കെ. ഓക്കെ, ഒരു മാർക്കറ്റിന് ഒരു കറക്റ്റ് ഒരു ലെവൽ ഇല്ലാണ്ട് വന്നിട്ട് പിന്നെ വന്ന് കയറി പിന്നെ അവിടെ നിന്ന് പോയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഇതൊന്നും എൻട്രി എടുക്കാൻ പറ്റില്ല കേട്ടോ. അതൊന്നും സ്ട്രോങ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ഏരിയ അല്ല ശരിക്കും. കാരണം ഇവിടെ ഇല്ല, ഇവിടെ 2 തവണ വന്ന് ടാപ്പ് ചെയ്യുന്ന സ്ഥലമാണല്ലോ റെസിസ്റ്റൻസ് ആവുക. ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ല, അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇതൊക്കെ റെസിസ്റ്റൻസ് ലെവലാണ്. ഓക്കെ, ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ വർക്കായിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിലും അതെ. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു മിനിറ്റ് കേട്ടോ, പറയുമ്പോൾ ഇത് പറയണമല്ലോ, കാര്യമായിട്ട് പറയണമല്ലോ. ഓക്കെ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ തവണ ടാപ്പ് ചെയ്തെന്ന് പറയാനായിട്ട് സ്ട്രോങ് ആണെന്ന് വെച്ചല്ല, സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ അല്ല ഇത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക, എൻട്രി എടുക്കാണ്ടിരിക്കുക. ഓക്കെ, ഇവിടെ നോക്കണ്ട കേട്ടോ. ഇപ്പോൾ നമ്മൾ സെറ്റപ്പ് കൂടെ വന്നിട്ടുണ്ട്, ഇപ്പോൾ കാണാം ഇവിടെ ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ വന്നിട്ടുണ്ട്, താഴേക്കാണ് വന്നിട്ടുള്ളത് അല്ലേ. അതുപോലെ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ വന്നു. ഓക്കെ, പിന്നെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണിക്കുന്നതൊക്കെ താഴേക്ക് വരുന്ന സിഗ്നലാണ്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞു ഇങ്ങനെ, അതെ അതെന്തുകൊണ്ട് ഞാൻ ഇവിടെ എടുക്കണ്ടെന്ന് പറയാനുള്ള റീസൺ ഞാൻ ദിവസം കൂടെ കാണിച്ചു തരാം. ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് വന്ന് താഴേക്ക് വന്ന് സെയിം ഏരിയയിൽ വന്നിട്ട് റിജക്റ്റ് ആവില്ലേ മക്കളെ? അപ്പോഴാണ് എന്ത് വരിക? നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്നും ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എപ്പോഴാണോ ഇങ്ങോട്ട് വരുന്നത്, അപ്പോൾ നമ്മുടെ ഇവിടെ ആ സെറ്റപ്പ് ഫോം ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എൻട്രി എടുക്കാം. ഓക്കെ, ആ ഒരു സെറ്റപ്പ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. ഇനി താഴത്തെ കേസ് പറയുകയാണെങ്കിൽ, ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. താഴത്തെ കേസ് പറയുകയാണെങ്കിൽ നോക്കിയാൽ, ഓക്കെ, താഴത്തെ കേസ് പറയുകയാണെങ്കിൽ ഇവിടേക്ക് മാർക്കറ്റ് എപ്പോഴാണോ ഈ ഏരിയയിലേക്ക് വരുന്നത്, കാരണം എന്താ, 1 2 തവണ എന്തുണ്ടായി മക്കളെ? സപ്പോർട്ട് എടുത്തു പോയി. അപ്പോൾ അതെന്താണ്? സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആവാം കേട്ടോ. ഓക്കെ, അതെപ്പോഴും ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, നമുക്ക് ഐഡിയ കിട്ടുമെന്ന് വെക്കുന്നു. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല. എൻ്റെ ഈ ഒരു ചാനലിൽ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാവരും പറയുന്ന വഴിയിലോ അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ അല്ല ഞാൻ പറയാം. എനിക്ക് എന്താണോ ഇതിന് മനസ്സിലായത് ഞാൻ അത് ഫുള്ളാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ എടുക്കുക. ഓക്കെ, ഞാൻ ഭയങ്കര പ്രൊഫഷണൽ ട്രേഡറാന്ന് വാദിക്കാനോ പറയാനോ ഒന്നല്ല കാണിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. എൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നല്ല. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ
ഓക്കെ, അത് സത്യസന്ധമായിട്ട് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ കൺസെപ്റ്റോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനലിൽ ഇപ്പോൾ ട്രേഡിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എനിക്കിപ്പോൾ ഈ ട്രേഡിങ്ങിനെ കുറിച്ച്, അതായത് ട്രേഡിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ട് റീച്ച് കൂട്ടാനോ ഇതാക്കാനോ അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല, സത്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് അത്ര വലിയ വാച്ച് അവറും കാര്യങ്ങളൊന്നും കയറാറുമില്ല. സബ്സ്ക്രൈബർ ഉണ്ട്, പക്ഷെ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ സബ്സ്ക്രൈബറും അതുപോലെ തന്നെ വാച്ച് അവറൊക്കെ ഇപ്പോൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മനുഷ്യനാണല്ലോ, നമുക്കൊരു ത്വര വരും. നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊരു എന്താണ് ഒരു യൂട്യൂബ് ചാനൽ, അപ്പോൾ അതിൽ ഒരു റീച്ച് കാണുമ്പോൾ അപ്പോൾ നാളെ നമുക്കൊരു പ്രതീക്ഷ വയ്ക്കാം അല്ലേ, മറ്റുള്ള യൂട്യൂബേഴ്സൊക്കെ മേടിക്കുന്ന പോലെ ലിങ്കൊക്കെ മേടിക്കുക അല്ലേ എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഇപ്പം സ്വാഭാവികമല്ലോ, ഞാനും മനുഷ്യനാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ വന്നുകൊണ്ടൊക്കെയാണ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നത്. അപ്പോഴും ഞാൻ ഗ്യാപ്പ് എടുത്തിട്ട് ഇടുന്നത്. ഓക്കെ, വേറെ നല്ല സ്റ്റുഡൻസിന് ക്ലാസ് എടുത്ത് കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. കാരണം വെച്ചാൽ ഈ ടൈം അതിൻ്റെ ഉറക്കം വന്നു തുടങ്ങിയതാണ് സംസാരത്തിലൊക്കെ വിക്കലും മാറ്റങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, നോക്കി മക്കളെ, ഇവിടെ നമ്മൾ ആ ക്യാൻഡിൽ വന്നില്ലേ. ഓക്കെ, അതിന് ശേഷം ഞാൻ കളയാം, അല്ലെങ്കിൽ അതിന് പ്രശ്നമാകും. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നില്ലേ, എൻ്റെ ഹൈ എടുത്തു നേരെ താഴേക്ക് വന്നു അല്ലേ. ഓക്കെ, നമുക്ക് ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ അടിയിൽ മാത്രമേ ടാർജറ്റ് വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. ചെറിയ പിന്നെ നിങ്ങൾ ഇത് കാണുന്നത് നിങ്ങൾ 15 മിനിറ്റിലാണ്. ഇത് ഷിഫ്റ്റ് ചെയ്ത് ഒരു 5 മിനിറ്റിലൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു 1 മിനിറ്റിലൊക്കെ ഇട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതുപോലെ തന്നെ ഇവിടേക്കൊക്കെ നോക്കാം. അപ്പോൾ അപ്പ് ട്രെൻഡിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്തു തരാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ തന്നെ ആവശ്യത്തിന് ലെങ്ത് ആയിട്ടുണ്ട് എൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ നോക്കി നോക്കളെ. പക്ഷെ ഇവിടെ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ മാർക്കറ്റ് ഓവറോൾ ഒരു ലിക്വിഡിറ്റി എടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ട്രേഡ് എടുക്കാമെന്ന്. ഓവറോൾ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നോക്കി നോക്കളെ, ഈ ഒരു ലിക്വിഡിറ്റി അല്ലേ, ഈ ഒരു മെയിൻ ഏരിയയിലെ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനെന്ത് ഇങ്ങനെ വരയ്ക്കണേന്ന് നോക്കണ്ട കേട്ടോ, ബോഡി വരച്ചാൽ മതി. ഓക്കെ, അങ്ങനെ ഒരു ഇവിടെയുള്ള ലിക്വിഡിറ്റി ശരിക്കും എന്താണ് ആ ഗ്രീൻ ക്യാൻഡിൽ എടുത്തിട്ട് മുകളിലേക്ക് പോണ പോലെ കാണിച്ചിട്ട്. ഓക്കെ, എന്നിട്ട് എന്താണ് ഇവിടെ വന്നിട്ട് ഫെയിൽ ആവണ പോലെ കാണിച്ചു. അപ്പോൾ ആൾക്കാരെ മൈൻഡിൽ പോവുക മുകളിലേക്ക് എന്തായാലും പോകുന്നതാണ്. പക്ഷേ ഇതിൻ്റെ മുകളിലത്തെ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാലേ ഇങ്ങനെ വന്നിട്ട് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ എന്തായിരിക്കും ഇവിടെ നിന്ന് എൻട്രി എടുക്കും. ഓക്കെ, അപ്പോൾ പതുക്കെ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ചും കൂടി മുകളിലേക്ക് പോയതിന് ശേഷമാണ് നേരെ താഴെ വന്നിട്ട് അതായത് ഇവിടേക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് ആൾക്കാർ താഴേക്കും ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് ഫെയിൽ ആവുമെന്ന് അറിയാം. അപ്പോൾ അതിൽ പെട്ടെന്ന് ക്യുക്ക് എൻട്രി എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അതായത് മറ്റേ നമ്മുടെ മെറ്റ 5-ലൊക്കെ എന്ന് വെച്ചെടുക്കൂലേ, അങ്ങനത്തെ ടീമുകളുണ്ടാവും. ഇത് 50 മിനിറ്റ്, അതുകൊണ്ട് ഞാൻ പറയണത്. അപ്പോൾ 1 മിനിറ്റിൽ 2 മിനിറ്റിലൊക്കെ ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങണ മനസ്സിലായിട്ട് എടുക്കും. അപ്പോൾ ഇത് മാർക്കറ്റ് അവർ ലിക്വിഡിറ്റി എടുത്തിട്ട് നേരെ പതുക്കെ ഇങ്ങോട്ട് വന്നിട്ട് നേരെ താഴേക്ക് വന്നിട്ടാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ വന്ന് ക്ലോസ് ആകുന്നത്. അപ്പോൾ മറ്റേ ബുദ്ധിയുള്ള ആൾക്കാർ ഉപയോഗിക്കും ഇതിൻ്റെ മുകളിൽ ക്ലോസ് ആയി, സ്ട്രോങ് ക്യാൻഡിലാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കുറച്ചും കൂടി മുകളിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഹൈ എടുക്കാൻ പോകാൻ സാധ്യത എന്നിട്ട് ഇവിടെ നിന്ന് എൻട്രി എടുക്കും. അപ്പോഴാണ് ഇവിടെ നേരെ താഴെ വന്നിട്ട് പിന്നെ വീണ്ടും ക്ലോസ് ആവുക. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഇതിൻ്റെ അടിയത്തെ ലിക്വിഡിറ്റി എടുത്തിട്ട് പ്രഷറായിട്ട് മുകളിലേക്ക് വന്നിട്ടാണ് മുകളിൽ പോകുന്നത്. പക്ഷേ നമ്മുടെ സെറ്റപ്പ് പ്രകാരം നോക്കിയാൽ ഈ ഒരു സെറ്റപ്പും വന്നിട്ടുണ്ട്, ഈ ഒരു സെറ്റപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ബോഡിയിലേക്ക് വരുമ്പോൾ നമുക്കൊരു എൻട്രി എടുക്കാം. ഇതിൻ്റെ മുകളിൽ 2 വന്നുകൊണ്ട് ഇതിൻ്റെ മുകളിൽ എസ് എൽ വയ്ക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ എസ് എൽ വയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ടാർജറ്റ് എവിടെ വയ്ക്കും ടാർജറ്റ് നമ്മൾ ഇവിടെയാണ് വയ്ക്കുക കേട്ടോ. ഇതിൻ്റെ താഴെയാണ് ടാർജറ്റ് വയ്ക്കുക. ഓക്കെ, ഡബിൾ ബോട്ടം ഒന്നും ഇല്ല ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴെ ടാർജറ്റ് വയ്ക്കുന്നു. മാർക്കറ്റിൽ ഇത് ഇവിടെ നേരെ വന്ന് ടാർജറ്റ് അടിച്ചു. ഞാൻ പറഞ്ഞേ കുറച്ച് പ്രോഫിറ്റ് എടുത്ത് പഠിക്കേ. ഒരു 1:4 1:3 പ്രകാരമൊക്കെ പ്രോഫിറ്റ് എടുക്കുക. ഒരു $30 വെച്ച് ഒരു 10 ദിവസം എടുത്താൽ എത്രയായി? $300. ഓക്കെ, $300 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്താൽ 25,000 രൂപ 26,000 റുപ്യോളായി. പോരെ, വേറെ എവിടെ കിട്ടും? നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ബെറ്റർ ആയിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എൻ്റെ അടുത്ത് ശീലമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കോൺഫിഡൻസ് വരും. ഓക്കെ, ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. പിന്നെ നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണെന്നും കൂടി നോക്കണം കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ റെസിസ്റ്റൻസ് ഏരിയ ആണിത്. ഓക്കെ, നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. പക്ഷേ ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നമ്മുടെ
ക്യാൻഡിൽ വന്നിട്ട് ടാപ്പ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഇൻസൈഡിലാണ് ഇത് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് ഇതിൻ്റെ ഉള്ളിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. കാരണം അത് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ഇവിടുന്ന് കയറി എന്നിട്ട് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ താഴേക്ക് വരാൻ ചാൻസ് കുറവാണ്. കാരണം എന്താ, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, ഇതിൻ്റെ മുകളിൽ ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് സ്വീപ്പ് ചെയ്തിട്ട്, അതായത് ഇത് ഇപ്പോൾ ഈ ഗ്രീൻ ക്യാൻഡിൽ വന്ന് സ്വീപ്പ് ചെയ്തിട്ടാണ് ഇവിടെ വന്ന് ക്ലോസ് ആവണമെങ്കിൽ നമുക്കിത് കാണുമ്പോൾ എൻട്രി എടുക്കാം താഴേക്ക്. ഓക്കെ, ഇത് സ്വീപ്പ് ചെയ്യാത്ത കാലത്തോളം, ഈ ഹൈയും സ്വീപ്പ് ചെയ്യാത്ത കാലത്തോളം നമുക്ക് ഈ 2 ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ എൻട്രി എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇതിൻ്റെ ഹൈ മൊത്തം ഇവിടെ ഉള്ള ടോട്ടൽ ഹൈ ഈ ഒരു ക്യാൻഡിൽ വന്നെടുത്തു. ഈ ഒരു ഗ്രീൻ ക്യാൻഡിലെ ഹൈ വരെ ഇത് വന്നെടുത്തിട്ട് ക്ലോസ് ആയതുകൊണ്ട് ഇതിനെ അപേക്ഷിച്ച് ഇത് നോക്കുമ്പോൾ ബോഡി വലുതായതുകൊണ്ടും ഇതൊരു എൻഗൾഫിങ് മോഡൽ ആയതുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഒരു എൻട്രി ഇവിടെ നിന്ന് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഇത്തിരി കൂടി കൺഫർമേഷൻ വേണമെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ബോഡിയുടെ താഴെ ഒരു സ്ട്രോങ് ക്യാൻഡിൽ ഫോം ആവുന്നുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ബോഡി ക്ലോസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ ഈ ചെറിയ ക്യാൻഡിൽ ബോഡി ക്ലോസിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു എൻട്രി ഇനീഷ്യേറ്റ് ചെയ്യാമെന്നുള്ളൂ. SL ഇതിൻ്റെ മുകളിൽ തന്നെ വെക്കേണ്ടി വരും. ഓക്കെ, ടാർഗറ്റ് എവിടെയാണ്, ഈ സ്ട്രോങ് ക്യാൻഡിലിൻ്റെ അടിയിൽ. അങ്ങനെയാണെങ്കിലും ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അതൊക്കെ നേക്കാണ് കേട്ടോ. ഇപ്പം ഇങ്ങനെ തന്നെ എടുക്കണമെന്നില്ല, നമുക്ക് പക്ക റെസിസ്റ്റൻസ് ഏരിയയിലൊക്കെ വരുമ്പോൾ എൻട്രി എടുത്താൽ മതി. ഇവിടെ എൻട്രി എടുക്കാനൊന്നും പറ്റില്ല. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഇത് കണക്ട് ചെയ്ത് ഇതാക്കണമെങ്കിൽ ഇങ്ങനെ വരുള്ളൂ. ഓക്കെ, ഇതാണ് പക്ക റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒട്ടിച്ച് വരയ്ക്കും. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഇത് എന്തുകൊണ്ട് റെസിസ്റ്റൻസ് ആക്കി വരയ്ക്കുന്നതെന്ന്. ഈ ഒരു ഏരിയയും ഇതിനേക്കാളും താഴെയാണിത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെരിഞ്ഞ് പോവും, അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, ഇതൊന്നും ഫ്യൂച്ചറിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ബോഡി മാത്രം ചേർത്ത് വരച്ചത്. അപ്പോൾ ബോഡി, ഈ 2 ബോഡിയും കൂടി സെയിം ഏരിയയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ചേർത്ത് വരച്ചത്. ഓക്കെ, ആ ചേർത്ത് നീട്ടി വരച്ചതിലൊക്കെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. കണ്ട ഇവിടെ ഒക്കെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒരു റെസിസ്റ്റൻസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതേ റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഈ റെഡ് ക്യാൻഡിൽ വന്നിട്ടുള്ളത്, നമ്മുടെ ക്യാൻഡിൽ. ഓക്കെ, അതുപോലെ തന്നെ അടുപ്പിച്ച് 2 ഗ്രീൻ ക്യാൻഡിലും വന്നു. അപ്പോൾ നമുക്കറിയാം എന്താണ്, മാർക്കറ്റ് താഴേക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എപ്പോഴും എവിടെ നമുക്ക് ടാർഗറ്റ് വയ്ക്കുക, ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ അടിയിലാണ് ടാർഗറ്റ് വയ്ക്കുക കേട്ടോ. ഓക്കെ, ഇത് 15 മിനിറ്റ് ആണ്. നിങ്ങൾ 3 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ദൂരം തോന്നുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് ടാർഗറ്റ് വയ്ക്കുക. ടാർഗറ്റ് വന്ന് ഹിറ്റ് ആയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. അപ്പോൾ ഇംബാലൻസ് കളക്ട് ചെയ്യാൻ വരും. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ ആ സിംഗിൾ ക്യാൻഡിൽ എവിടെയാണോ ഉള്ളത് അവിടെ നിയറസ്റ്റ് ആയിട്ട് വയ്ക്കുക, ചെറിയ പ്രോഫിറ്റ് എടുക്കുക, ഇറങ്ങുക. ഓക്കെ, ഇത് ജസ്റ്റ് സ്കാൽപ്പിങ്ങിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. വലിയ റൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങളിത് വലിയ ടൈം ഫ്രെയിമിൽ ഇട്ട്, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിപ്പോൾ എല്ലാത്തിലും വർക്കൊക്കെ ചെയ്യും. ഇപ്പോൾ ഇവിടെ നോക്കി നോക്കളെ, ഇപ്പോൾ 2 തവണ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നില്ല. 1, 2 റെസിസ്റ്റൻസ് ആയില്ലേ. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെസിസ്റ്റൻസ് ആയി. ആ റെസിസ്റ്റൻസ് ഏരിയയിലല്ല നമ്മുടെ ഈ ക്യാൻഡിൽ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഇവിടെ ക്യാൻഡിൽ ഫോം ആകുമ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ SL വെച്ചുകൂടെ. ഓക്കെ, പക്ഷേ ഇവിടെ SL വന്ന് ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. ട്രാപ്പ് ചെയ്തിട്ട് ഇവിടെ വന്ന് താഴെ വന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഈ ഒരു ക്യാൻഡിൽ അപേക്ഷിച്ചിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇതിൻ്റെ അടിയിൽ നിന്ന് എൻട്രി എടുക്കാം. ഇത് ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എൻട്രി എടുക്കാം. ഓക്കെ, 1 ഹവറാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻട്രി എടുക്കാം. ഓക്കെ, SL അടിച്ചു. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത്രയും വലിയ ഇതായ കാരണം, ടൈമായ കാരണം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയയിലൊക്കെ ഇതിൻ്റെ അടിയിൽ വെക്കരുത്. ഈ ഒരു ഏരിയയിൽ പ്രീവിയസ് ആ 3 ക്യാൻഡിൽ ഫോർമേഷൻ ആണല്ലോ ഇംബാലൻസ് വരെ 1, 2, 3. അപ്പോൾ ആ 1ാമത്തെ ക്യാൻഡിലിൻ്റെ ഹൈയിൽ അവിടെ വേണം ടാർഗറ്റ് വയ്ക്കാനായിട്ട്. അപ്പോൾ അതേ ടാർഗറ്റിൽ വന്ന് റെസ്പെക്ട് ചെയ്യണം. കണ്ടോ. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഓരോ റീസൺ ഉണ്ട് ഇത് വെക്കുന്നതിന്, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ആദ്യം ചെറിയ ടൈം ഫ്രെയിമിൽ എടുത്ത് പഠിച്ച് ചെറിയ പ്രോഫിറ്റ് എടുത്ത് നിങ്ങളൊരു ഉണ്ടാക്കിയെടുക്കുക, ഒരു നാക്ക് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, ആ നാക്ക് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് പിന്നെ വലിയ ടൈം ഫ്രെയിമിലൊക്കെ എൻട്രി എടുത്ത് തുടങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ ഏരിയയിൽ വരേണ്ട മെയിൻ ക്യാൻഡിലുകൾ ഏതൊക്കെയാണ്. ഇപ്പോൾ നോക്കാം, ഇങ്ങനെ വന്നിട്ട്, ഓക്കെ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരുന്ന ക്യാൻഡിൽ. ഓക്കെ, ഇങ്ങനെ വരുന്ന ഒരു ക്യാൻഡിൽ. ഓക്കെ, ഇത് റെഡ് ആവാം, ഗ്രീൻ ആവാം കേട്ടോ. വാട്ടർ ഏറ്റവും നല്ലത് റെഡ് ആവണമെന്നാണ്. ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ ഒരു ഫോർമേഷനിൽ ക്യാൻഡിൽ വരും. അതുപോലെ തന്നെ ഓക്കെ, ഇങ്ങനെ ഒരു ഫോർമേഷനിൽ ക്യാൻഡിൽ വരും. ഓക്കെ, ചെറുത് വരും, ഇതുപോലെ നീളമുള്ള വരും. അതുപോലെ തന്നെ എന്താണ്,
ഒരു സ്ട്രോങ് ക്യാൻഡിലിനെ ഡൊമിനേറ്റ് ചെയ്ത്, അല്ല സ്ട്രോങ് അല്ല കേട്ടോ, ഒരു ചെറിയ ക്യാൻഡിൽ ഡൊമിനേറ്റ് ചെയ്തിട്ട് വരും. അതിൽ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഉണ്ടായി, ഇങ്ങനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായി. നെക്സ്റ്റ് എന്താണ്, ഇതിൻ്റെ ഹൈന് ഇങ്ങനെ വന്ന് ടാപ്പ് ചെയ്ത് ക്ലോസിങ് ഇടയിൽ കിട്ടിയിട്ട് ഓക്കെ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഉണ്ടാവും. ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എൻ്റർ എടുക്കാം. അതേപോലെ തന്നെ എങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ എടുക്കാം. ഇപ്പോൾ ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, പിന്നെ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എൻ്റർ എടുക്കാം കേട്ടോ. ഓക്കെ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇത് എൻ്റർ എടുക്കേണ്ട ഒരു സെറ്റപ്പ്. ഓക്കെ, ഫോറക്സിൽ അപ്പോൾ ഇങ്ങനെ എടുത്ത് പഠിച്ചു നോക്കുക. ഇഷ്ടമുണ്ടെങ്കിൽ പഠിച്ചാൽ മതി, ഞാൻ നിർബന്ധമൊന്നും പറയില്ല. ഓക്കെ, ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്ത് നോക്കുക. ഇവിടുത്തെ ഒരു കേസ് നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ 1 hour നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇന്ന് വെച്ച ടാർഗറ്റിൻ്റെ 50% വന്നു. ഓക്കെ, കണ്ടോ ഇവിടെ ഓൾറെഡി ടാർഗറ്റ് അടിച്ചു. ഇതിപ്പോൾ ഈ ഒരു ഞാൻ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നതിനൊക്കെ ഭയങ്കര പ്രാധാന്യമുണ്ട് എപ്പോഴും. കാരണം അത് ആ എക്സ്പീരിയൻസ് മുതൽ വരയ്ക്കണതാണ്. ഓക്കെ, അത് അല്ലാണ്ട് എൻ്റെ പ്രത്യേകിച്ച് കഴിവൊന്നുമല്ല. അപ്പോൾ കറക്റ്റ് ആ ട്രെൻഡ് ലൈമിൽ കണ്ട, ഞാനൊന്നും ചെയ്തിട്ടില്ല, ലൈവ് മാർക്കറ്റിൽ കാണിച്ചു തന്നെ. ആ ട്രെൻഡ് ലൈമിൽ കറക്റ്റ് വന്ന് റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് വരയ്ക്കണത് എത്ര ടൈം ഫ്രെയിമിലാണെന്ന് വെച്ചാൽ 15 മിനിറ്റിൽ തന്നെയാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഓക്കെ, കണ്ടോ ഏറ്റവും കൂടുതൽ അത് ടോപ്പ്, എപ്പോഴും ട്രെൻഡ് ലൈനൊക്കെ വരയ്ക്കുമ്പോൾ ടോപ്പ് ക്യാൻഡിൽ എടുക്കുക, ഏറ്റവും ഹൈ ക്യാൻഡിൽ എടുക്കുക. എന്നിട്ട് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നത്, അല്ലാണ്ട് ഏറ്റവും ഹൈയിൽ നിൽക്കുന്ന നല്ല സ്ട്രോങ് ക്യാൻഡിലല്ല, ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ക്യാൻഡിലുകൾ തമ്മിൽ കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടും, എന്താണ് ട്രെൻഡ് പക്കയായിട്ട് കിട്ടും. ഓക്കെ, സംഭവം ഇവിടെ ഇപ്പോൾ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഇവിടെ ലിക്വിഡിറ്റി എടുത്തിട്ടില്ല, ഇതിൻ്റെ ലിക്വിഡിറ്റി ഒന്നും എടുത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് മാർക്കറ്റ് റിവേഴ്സ് പോകണമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇനി മേ ബി എനിക്ക് തോന്നുന്നതാവാം. ഓക്കെ, അതായത് ഈ ഒരു ട്രെൻഡ് ലൈനെ ഡിപ്പെൻഡ് ചെയ്ത്, അതായത് ഇവിടുന്ന് റിവേഴ്സായി, വീണ്ടും ഇവിടുന്ന് റിജക്റ്റായി, വീണ്ടും ഇത് ഈ ഏരിയയിൽ വന്നപ്പോൾ വീണ്ടും റിജക്റ്റായി. അപ്പോൾ ഇതിനെ റെസ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് മാർക്കറ്റ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എൻ്റർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ SL അടിച്ച് പോയി, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ എനിക്ക് 100% പറയാൻ പറ്റില്ലല്ലോ ഒരിക്കലും ഇതിങ്ങനെ വരും എന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ ആയിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റണത് വേറെ ഒന്നല്ല, 1 hourലേക്ക് ഇട്ടപ്പോൾ നമ്മുടെ ആ ഒരു ക്യാൻഡിൽ ഫോർമേഷനിലേക്ക് വരുന്നത് കണ്ടോ. ഓക്കെ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സെയിം നമ്മുടെ ആ ഒരു സെറ്റപ്പ്, അതായത് ഇവിടെ നോക്കിയേ, ഞാൻ ഇവിടെ നിന്നൊക്കെ എൻ്റർ എടുക്കാനുള്ള റീസൺസ് നമുക്ക് ഇതൊക്കെയാണ് മനസ്സിലായില്ലേ. ഓക്കെ, 1 hour ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ധൈര്യമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇതിൻ്റെ ലോ വരെ മാർക്കറ്റ് വരും, അതിന് തൊട്ടടുത്തൊരു ലിക്വിഡിറ്റി ഉണ്ട്, അത് വന്ന് മൊത്തത്തിൽ സ്വീപ്പ് ചെയ്തു. ഓക്കെ, ഈ ക്യാൻഡിൽ അതേ ഫോർമേഷനിലാണ് വരണമെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാനായിട്ട് മാർക്കറ്റ് എന്തായാലും ഇങ്ങോട്ട് വരും. ഈ ലിക്വിഡിറ്റി പെൻഡിങ് വെച്ചേക്കുക, അതായത് ഈ ലിക്വിഡിറ്റിയും പെൻഡിങ് വെച്ച പോലെയാണ് ഇപ്പോൾ ഈ ലിക്വിഡിറ്റിയും പെൻഡിങ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് നെക്സ്റ്റ് ഇതിൻ്റെ ഹൈ വന്നൊന്ന് എടുത്തിട്ടായിരിക്കും ഒറ്റ വരവ് താഴേക്ക് വരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് എൻട്രി എടുക്കാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ ഗ്രോ ചെയ്യുക. ഇപ്പോൾ ഈ പാലമ്പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, പുതിയ സെറ്റപ്പാണത്. ഓക്കെ, കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഏകദേശം മനസ്സിലാവും. ഇപ്പോൾ ഇതിൻ്റെ ഹൈ എടുത്തിട്ടില്ല, ഈ ഹൈ എടുത്തിട്ടില്ല. ഓക്കെ, നേരെ താഴേക്ക് വന്നു അല്ലേ. അപ്പോൾ ഇതിനൊരു ഒരു കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അതുപോലെ ഇതിന് ഹൈ ഉണ്ട്, അതിന് താഴെ വന്നു, ഇവിടെ ഒരു കൺസോൾട്ടേഷൻ പോലെ ചെയ്തു. അതായത് ഈ കൺസോൾട്ടേഷൻ പോലെ തന്നെ ഇവിടെ ഒരു ചെറിയ കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. ശേഷം നല്ല ഡംപ് ചെയ്തു അല്ലേ, ഇവിടെ നല്ല ഡംപ് ചെയ്തു. ഇവിടെ ഡംപ് ചെയ്യുമ്പോൾ 1 2 3 സ്ട്രോങ് ക്യാൻഡിലാണ് ഡംപ് ചെയ്തത്. ഇവിടെ 1 2 3 സ്ട്രോങ് ക്യാൻഡിലാണ് ഡംപ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിന് വിൽക്കുന്നുണ്ടെന്ന് മാത്രം. ഓക്കെ, വലിപ്പമാണ് ഞാൻ പറയാനാ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഫ്യൂച്ചറിൽ ഞാൻ കണ്ടുപിടിച്ചിട്ട് എന്തായാലും ഞാൻ പരമാവധി നമ്മുടെ ചാനലിൽ അത് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, പെട്ടെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ വീഡിയോസ് കണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം ഒരു നന്ദി കേട്ടോ. ഓക്കെ, എന്നിട്ട് 1 hour ഇട്ടിരിക്കാം.
അപ്പോൾ നമുക്ക് നല്ല എൻട്രി സെറ്റപ്പ് വരുമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കൈ നോക്കാം. കാരണം മാർക്കറ്റിന് എന്തായാലും ഇനി ഇവിടേക്ക് താഴേക്ക് വരണം. കാരണം വെച്ചാൽ ഈ ഒരു ഏരിയയിലേക്ക് വരണം മാർക്കറ്റ്. ഈ ഒരു ഏരിയയിലേക്ക് വന്നേ പറ്റുള്ളൂ. നോക്കാം, നാളെ ഞാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോ ഇടുമ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് അടിച്ചു വരില്ല എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എനിക്കറിയില്ല, ഞാൻ ഓവറായിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇന്ത്യൻ മാർക്കറ്റ് പോലെയല്ല ഈ ഫോറക്സും ക്രിപ്റ്റോ ഒക്കെ. അതിൽ ഇത്തിരി പ്രശ്നമാണ്. ഒരു സാധാരണ ഒരാൾ ഓടി വന്ന് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ITCSMC പഠിച്ചാലും, അതായത് എൻട്രി എടുത്ത് ശീലമായ ആൾക്കാർക്ക് കുഴപ്പമില്ല. പക്ഷെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ട് വരും. അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ 40 മിനിറ്റ് ആയിട്ട്, അതുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു സെറ്റപ്പ് ആയിട്ട് വരാം. ഇപ്പോൾ ഈ പറഞ്ഞ സെറ്റപ്പ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി റെസിസ്റ്റൻസിൽ വന്നാലും മാത്രം എൻട്രി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. 2 തവണ വന്ന് ടാപ്പ് ചെയ്താലാണ് ഒരു റെസിസ്റ്റൻസ് ഫോം ആവുള്ളൂ. അതും ഈക്വൽ ഹൈ ആയിരിക്കണം. ഓക്കെ ഓക്കെ, ബൈ. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ, ആ ഈക്വൽ ഹൈയിനെ സ്വീപ്പ് ചെയ്തിട്ട് ആയിരിക്കണം നമ്മുടെ ക്യാൻഡിൽ ഫോം ആവുന്നത്. അല്ലെങ്കിൽ ആ നമ്മുടെ ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം ആ 2 ഈക്വൽ ഹൈ ഉണ്ടല്ലോ, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതിന് സ്വീപ്പ് ചെയ്ത് ബോഡി ക്ലോസ് ഉള്ളിൽ കിട്ടിയാൽ മാത്രമായിരിക്കണം എൻട്രി എടുക്കേണ്ടത്. ഇപ്പോൾ ഇതും ഡൗട്ടുള്ള കുറച്ച് പേരുണ്ടാവും. ഓക്കെ, ഹൈ വന്നു, ലോ വന്നു, ഹൈ വന്നു, ലോ വന്നു, ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരണ ഈ ഏരിയയിലെത്തുമല്ലോ. അതായത് ഈ ഏരിയയിലാണ് ഇപ്പം നമ്മുടെ ഈ ക്യാൻഡിൽ ഉണ്ടായെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഏരിയയിൽ നമ്മുടെ ക്യാൻഡിൽ ഉണ്ടായാൽ ഓടിപ്പോയിട്ട് അവിടെ എൻട്രി എടുക്കുന്നതിന് മുമ്പ് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ പറയണത്. ഓക്കെ, ഇത് ഈക്വൽ ഹൈ ആണല്ലോ ഉണ്ടാവുക, അതപ്പോഴാണല്ലോ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആവുക. നെക്സ്റ്റ് ഇങ്ങനെ വരുന്ന കാണുമ്പോൾ എപ്പം എൻട്രി എടുക്കേണ്ടതാണ്. ഓക്കെ, വെയിറ്റ് ചെയ്യുക. ഈ ഈക്വൽ ഹൈ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല പുള്ളിങ്കിൽ അടിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വന്നിട്ട് അന്ന് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ബോഡി ക്ലോസിങ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ എൻട്രി എടുത്തോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി ഇങ്ങനെ സ്വീപ്പ് ചെയ്തതിന് ശേഷമാണ്, അതായത് ഇങ്ങനെ സ്വീപ്പ് ചെയ്തതിന് ശേഷമാണ്, അതായത് ഈ 2 ഡബിൾ ഹൈ സ്വീപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഈ ഇതുപോലത്തെ ക്യാൻഡിൽ ഉണ്ടാവണമെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് താഴെ ക്യാൻഡിൽ എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഹൈ സ്വീപ്പ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഹൈന് എടുക്കാണ്ട് നേരെ താഴേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, നേക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഈ എൻട്രി ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ 50 മിനിറ്റിലാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നോക്കിയേ, നമ്മുടെ ടാർഗറ്റ് അടിക്കുന്ന കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ പറയാനുള്ള റീസൺ, ശരിക്കും ഞാൻ ടാർഗറ്റ് വയ്ക്കുക ഈ റെഡ് അല്ല ഗ്രീനാണ് വയ്ക്കുക ശരിക്കും. എന്നാലും ഞാൻ ആ ടാർഗറ്റിലേക്ക് ഓവറോൾ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാലും ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഒരു സെറ്റപ്പ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഫസ്റ്റ് വോയിസ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. എന്തായാലും താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ, വരുന്നല്ല വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. കാരണം എന്താ, റെസിസ്റ്റൻസ് ഏരിയയാണ്, നമ്മുടെ ആ ഒരു സെറ്റപ്പ് ക്യാൻഡിൽ വന്നു. ഓക്കെ, ഈ 2 എണ്ണത്തിൻ്റെ ലിക്വിഡിറ്റി, ശരിക്കും ഇതിൻ്റെ ലിക്വിഡിറ്റി ഒന്നും എടുത്തിട്ടില്ല, ശരിക്കും സ്വീപ്പ് ചെയ്തിട്ട് വരണം. പക്ഷെ ഇവിടെ 3 പ്രാവശ്യം ഇതുപോലെ സ്ട്രോങ് കാണിച്ച്, പിന്നെ ഇത് നല്ലൊരു സ്ട്രോങ് ആയിട്ട് കാണിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ടാർഗറ്റ് വയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതിപ്പോൾ കറക്റ്റ് ടാർഗറ്റ് അടിക്കുന്നതും കൂടി നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പിൻ്റെ ആ ഒരു ഗുണം. ഞാൻ ഇത് തന്നെയാണ് നിങ്ങളോട് പറയുന്നതും ഈ ചാനലിൽ പറയാൻ ഉദ്ദേശിക്കുന്നതും. ഈ നമ്മൾ ഈ ഉഡായിപ്പ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വെറുതെ വ്യൂവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഞാൻ ചെയ്യില്ല. ഓക്കെ, എല്ലാവരും പോണ വഴി കൂടെ എല്ലാവരും പറയുന്ന കാര്യം കഥകളൊന്നും എനിക്ക് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേ പേര് ഈ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് കമൻറ്റിൽ പറയുന്നുണ്ട്, നിങ്ങൾ നല്ല മനുഷ്യനാണ്, നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ആരും പറഞ്ഞു തരാത്ത കാര്യമാണ്. പറഞ്ഞു തന്നെ കുറേ കാര്യങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ, നിങ്ങൾ എന്നെക്കുറിച്ച് പുകഴ്ത്തിയാലും എന്ത് പറഞ്ഞാലും എൻ്റെ മനസ്സിന് തോന്നണം, അല്ലെങ്കിൽ എനിക്ക് തോന്നണം എനിക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കണോ വേണ്ടേ എന്നുള്ളത്. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾ പുകഴ്ത്തിയോണ്ടോ നല്ലത് പറഞ്ഞുകൊണ്ടോ ഒന്നും എൻ്റെ സ്വഭാവ തീരുമാനമൊന്നും മാറില്ല. നിങ്ങൾ ആ സത്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഞാൻ എന്താണോ അത് തന്നെയായിരിക്കും ഞാൻ. ഓക്കെ, എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ദേഷ്യം വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാനത് പറഞ്ഞു തരും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ ആരും കുറ്റമൊന്നും പറയണമെന്നല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. അതിന് വേണ്ടിയിട്ടാണ് കമൻറ്റ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. വേണമെങ്കിൽ എനിക്ക് അത് വേണമെങ്കിൽ ക്ലോസ് ചെയ്തിടാലോ. പക്ഷെ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങൾക്ക് പറയാനുള്ള അവകാശങ്ങളുണ്ടല്ലോ. കുറ്റം പറഞ്ഞോളൂ, സന്തോഷമൊക്കെ ഉള്ളൂ. പക്ഷെ അതായത് ഞാൻ ചെയ്യാത്ത കാര്യത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ എന്നെക്കുറിച്ച് അറിയാണ്ട് കുറ്റം പറയരുത്. എന്നെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ കുറ്റം പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം. ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വല്ലവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ്
എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, താല്പര്യം എന്ന് വെച്ചാൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറഞ്ഞു, ഇപ്പം ഈ ഒരു സെനാരിയോ കണ്ടിട്ട് നിങ്ങൾ ഓടിച്ചാടി വരണ്ട. ഓക്കെ, നിങ്ങളിത് ട്രൈ ചെയ്യ്. നിങ്ങൾ എല്ലാ ഇതിലും ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, നിങ്ങളിത് ഓടി വന്ന് ഒരു മെൻറ്ററിൻ്റെ അടുത്ത് പോയി പഠിക്കണമെന്നോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പഠിക്കണമെന്നോ അല്ല പറയണത്. ഇപ്പോൾ ട്രേഡ് എടുത്തിട്ട് ലോസ് വന്നിട്ട് ഭയങ്കരമായിട്ട് സങ്കടം വന്നിരിക്കുന്ന ആൾക്കാരുണ്ടാവും, എന്ത് ചെയ്യുമെന്ന് അറിയാത്തവർ. അങ്ങനത്തെ ആൾക്കാർ വന്നിട്ട് എൻ്റെ കോൺടാക്ട് നമ്പർ ഇതിൻ്റെ താഴെ കൊടുക്കാം. അപ്പോൾ എന്നെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് പരമാവധി ഈ 12-ാം തീയതിക്കുള്ളിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. വീണ്ടും താങ്ക്സ് ഫോർ വാച്ചിങ്.